അപ്പോൾ അത് ആസ്വദിക്കണം. അതിപ്പോഴാണ്. ഈ സമയത്ത് നിങ്ങൾ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് എന്താ രസം എന്താ അറിയോ, നിങ്ങൾക്ക് ഈ പണം പൂർണ്ണമായിട്ട് ചിലവഴിക്കാം. കാരണം എന്താ, നിങ്ങൾ ഇതിനു വേണ്ടി റിസർവ് ചെയ്യുന്ന ഫണ്ടാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ ഹോട്ടലിൽ ചെന്നിട്ട് നിങ്ങൾ മെനു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറബി വായിക്കേണ്ട ആവശ്യമില്ല, വലത്തിന് ഇടത്തോട്ട് വായിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ചിലവഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതല്ലേ. ഇത് ചിലവഴിക്കാവുന്ന രീതിയിലൊരു ബഡ്ജറ്റിൽ നിങ്ങൾ കയറി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിന് അപ്രാപ്യമാണ് എന്ന് തരുന്ന സ്ഥലത്ത് പോയിട്ട് ഇത് സ്പെൻഡ് ചെയ്യാം. അത് എവിടെയും ആവും കേട്ടോ. ഞാൻ ഈ ഹോട്ടലൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഫീൽ എന്താണെന്നറിയാവോ? യു ആർ റിച്ച്, നിങ്ങൾ സമ്പന്നനാണ്. ആ മനോഭാവത്തോടു കൂടി നിങ്ങൾ ആ വേദിയിലിരിക്കുമ്പോൾ, ആ സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മറ്റൊരു ഗുണം കിട്ടും. നിങ്ങൾക്ക് നമ്മളെത്താൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ആൾക്കാർ അവിടെ എത്തുന്നുണ്ടാവും. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഉദാഹരണത്തിന് താജാന്ന് കരുതട്ടെ, നമ്മൾക്ക് ഒരാഴ്ചത്തെ നമ്മളുടെ വരുമാനം ഒന്നിച്ച് കൈ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഡിപ്ലോയ് ചെയ്തു. അങ്ങനെ 4 ആഴ്ചത്തെ വരുമാനത്തിൽ നമ്മളൊരു 2000 രൂപ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആ ജാറിലിട്ടിട്ടുണ്ട്. ഈ 2000 രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. സപ്പോസ് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതട്ടെ, താജിൽ പോയി ചായ കുടിക്കാൻ 2000 രൂപ വേണ്ട. ഈ പണം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്. നമുക്ക് ധൈര്യമായിട്ട് താജിൽ കയറിച്ചില്ല, അവിടെ ഇരുന്നൊരു കോഫി കുടിക്കാം. ആ നിമിഷം ചുറ്റിനും വരുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് റേഞ്ചിൽപ്പെട്ട ആൾക്കാരാണ് താജിലേക്ക് വരിക? സമ്പന്നരായിരിക്കും. അവരുടെ മാനറിസങ്ങൾ, അവർ മറ്റുള്ളവരുടെ ഇടപഴകുന്ന രീതി, അവരുടെ ബിഹേവിയറൽ സ്ട്രക്ചറുകൾ, അവരുടെ കൂടിച്ചേരൽ, അവരുടെ കുടുംബത്തോട് അവർ ചെലവഴിക്കുന്ന